ഹായ്, ഗൈനക്കോമാസ്റ്റിയ എന്താണ്? ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് പുരുഷന്മാരിലെ ബ്രസ്റ്റിന്റെ എൻലാർജ്മെന്റിനെയാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. സോ ഇത് യൂഷ്വലി എന്തുകൊണ്ടാണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ, നോർമലി ഒരു മെയിൽ ബേബി ജനിച്ചു കഴിഞ്ഞ ഉടൻ അമ്മയുടെ ഹോർമോൺസ് ബോഡിയിൽ ഉണ്ടായിട്ട് ഉണ്ടാവുന്നതിനെയാണ് നിയോനേറ്റൽ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. അത് ജനറലി അതിൻ്റെ ഏജ് കഴിയുമ്പോഴത്തേനും നോർമലൈസ് ആയി പൊക്കോളും. അതുപോലെ തന്നെ പ്യൂബർട്ടി ഏജിൽ ഒരു ബിറ്റ്വീൻ 13 to 15 ആ ഒരു ഏജിൽ ബോഡിയിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് വെച്ച് ഉണ്ടാവുന്ന ഗൈനക്കോമാസ്റ്റിയും ഉണ്ടാവാറുണ്ട്. ഇതും ജനറലി കുട്ടികൾ ആ ഒരു ഏജ് കഴിയുമ്പോഴത്തേനും നോർമലൈസ് ആയി പോകും. പിന്നെ ഏജ്ഡ് ആൾക്കാരിൽ ഒരു ബിയോണ്ട് 60 അല്ലെങ്കിൽ 70 ഇയേഴ്സ് ഒക്കെ ആവുമ്പോൾ ജനറലി കാണുന്ന ഒരു ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവാറുണ്ട്. ഇതും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഗൈനക്കോമാസ്റ്റിയാണ്. നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ജിമ്മും അതുപോലെ നല്ലൊരു എക്സസൈസ് റെജിമനും അതുകൂടാതെ ഡയറ്റ് റെജിമനും ഒക്കെ ഫോളോ ചെയ്താൽ ഇത് കുറയോ സർ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി അങ്ങനെ കുറയാറില്ല. ഇത് ഈ ഒരു ഭാഗത്തെ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് ജനറലി എക്സസൈസും ഡയറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനെന്താണ് ഒരു വഴി? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് അവിടെ 2 കോമ്പണൻസ് ആണ് ഉള്ളത്. ഒന്ന് ഗ്ലാൻഡുലർ കോമ്പണൻറ്റും വേറെ ഒരു ഫാറ്റി കോമ്പണൻ്റ് ആണ് ഉള്ളത്. ഈ ഗ്ലാൻഡ് ഇരിക്കുന്നത് നിപ്പിളിന്റെ ജസ്റ്റ് താഴെയും പിന്നെ അതിന്റെ ചുറ്റുമുള്ള ഏരിയയിലാണ് ഫാറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒരു സർജറി വഴിയാണ്. ആ സർജറിയുടെ പേരാണ് ഗ്ലാൻഡ് എക്സിഷൻ ആൻഡ് ലൈപ്പോസക്ഷൻ എന്ന് പറയുന്നത്. ലൈപ്പോസക്ഷൻ എന്ന് പറയുന്ന ആ പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് അവിടുത്തെ എക്സസ് ഫാറ്റിനെ നമ്മൾ വലിച്ചെടുത്ത് കളയുന്നതിനെയാണ് ലൈപ്പോസക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ 2ാം ഘട്ടത്തിലെ ഗ്ലാൻഡ് എക്സിഷൻ എന്ന് വെച്ചാൽ നിപ്പിളിന്റെ അവിടെ ഒരു ചെറിയൊരു ഇൻസിഷൻ, ഒരു ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ഗ്ലാൻഡിനെ നീക്കം ചെയ്യുന്നതിനെയാണ് ഗ്ലാൻഡ് എക്സിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൈനക്കോമാസ്റ്റിയ ടോട്ടലി പേഷ്യൻറ്റിന് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.